എല്ലാവർക്കും പെട്ടെന്ന് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. വളരെ വേഗത്തിൽ പഠിക്കാം. 2 വരിയേ ഉള്ളൂ. അത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ചെറിയ മന്ത്രം എടുക്കുന്നത്. അത് വലിയ പൊട്ടൻഷ്യലുള്ള മന്ത്രം കൂടിയാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളും, പുഷ്പെടുത്ത് തൊഴുതോളും, ഉറക്കെ ജപിച്ചോളും. ഉറക്കെ ജപിക്കണം. ഓം. ഇത്ര ശബ്ദമേ ഉള്ളൂ. ഇത്ര പേർക്ക് ഇത്രയും പേരിരുന്നിട്ട് ഇത്ര ശബ്ദമേ ഉള്ളൂ. ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഉറക്കെ ജപിക്കുക. ഓം ആയിട്ടില്ല, ശബ്ദമായിട്ടില്ല. ഇത് വെറുതെ ഇങ്ങനെ ഒരു പ്രയാസമില്ലാണ്ട് ജപിക്കുന്നതാണ്. നല്ല ശബ്ദം എടുത്ത് ജപിക്കുക. ഓം ആയിട്ടില്ല. ഇതിപ്പോ ഇത് മാത്രം ജപിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കുക. ഇതിനകത്ത് എനിക്കറിയാം, ഇതിനകത്ത് ധാരാളം കുട്ടികൾ ഈ സൈഡിൽ ഇരിപ്പുണ്ട് പൂജ ചെയ്യാതെ. സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മന്ത്രമാണ്. എല്ലാവരും ജപിച്ചോളൂ. ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമഃ. ഇതാണ് മന്ത്രം. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ക്ലൈങ്കാരം കൂടെ ചേർക്കുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ക്ലൈങ്കാരം ചേർത്തിട്ട് ഓം ക്ലൈം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമഃ. അർച്ചിച്ചേക്കും. വല്ലഭായ നമഃ എന്ന് കേൾക്കും. അർച്ചന കഴിയണം. പൂക്കൾ അർച്ചിച്ചോളണം. വീണ്ടും എടുത്തോളണം. അവർക്ക് ജപിക്കൂ. ഓം ക്ലൈം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമഃ. അർച്ചിക്കൂ. പെട്ടെന്ന് അടുത്തെടുത്തോളണം. പൂക്കൾ തീർന്നു.